സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ആയത്തുള്ള അലി ഖമനിയുടെ മൃതദേഹത്തെ പോലും ബോംബ് വെച്ച് തകർക്കാൻ ഇസ്രയേലും അമേരിക്കയും ശ്രമിച്ചു. ഖബറടക്കാൻ ഭൗതിക ദേഹം പോലും കിട്ടരുത് എന്നതായിരുന്നു ക്രൂരമായ ലക്ഷ്യം. അത്രയ്ക്കായിരുന്നു പക. പക്ഷേ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും കുടില തന്ത്രങ്ങളെല്ലാം അതിജീവിച്ചാണ് ഇറാൻ അലി ഖമനിയുടെ മൃതദേഹം 125 ദിവസം സംരക്ഷിച്ചത്. അതിനായി പല അസാധാരണ രീതികളും ഇറാൻ സ്വീകരിച്ചു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇനിയൊരു ചിത്രം കാണാം. ആയത്തുള്ള അലി ഖമനിയുടെ ഭൗതിക ദേഹത്തിന് അടുത്ത് വളരെ സങ്കടത്തോടെ ഇരിക്കുന്ന ഇറാൻ ജനറൽ അഹമ്മദ് വാഹിദി. ഈ ചിത്രം അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ചാരസംഘടനകളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. കാരണം അമേരിക്കയും ഇസ്രയേലും കൊലപ്പെടുത്തിയെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആളാണ് അഹമ്മദ് വാഹിദി. ഇറാന്റെ ഏറ്റവും ശക്തനായ ജനറൽമാരിൽ ഒരാൾ. നിഴൽ ജനറൽ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ. അലി ഖമനിയുടെ മൃതദേഹത്തിനടുത്തുള്ള അദ്ദേഹത്തിന്റെ സ്ഥാനത്തിനും പ്രതീകാത്മകമായ ഒരുപാട് അർത്ഥതലങ്ങൾ അന്താരാഷ്ട്ര വിദഗ്ധർ കാണുന്നുണ്ട്. ഒപ്പം അദ്ദേഹം ഇത്രയും നാൾ എവിടെയായിരുന്നു എന്നും എന്തിനായിരുന്നു അദ്ദേഹത്തിന്റെ ഒളിവ് ജീവിതം എന്നതും സംബന്ധിച്ച് ചില നിർണായക വിവരങ്ങളും പുറത്തുവരികയാണ്. എന്തായാലും അഹമ്മദ് വാഹിദിയുടെ ഈ വരവ് ഇറാന്റെ മാസ് നീക്കമാണ്. അമേരിക്കൻ ഇസ്രയേൽ ചാരക്കണ്ണുകളുടെ വൻ പരാജയവുമാണ്. അലി ഖമനിയുടെ പടുകൂറ്റൻ സംസ്കാര ചടങ്ങുകളും ഇസ്രയേലിന് വലിയ തിരിച്ചടിയാണ്. ഏറ്റവും മാരകമായ ചാരസംഘടനയായ മൊസാദും ആകാശ കണ്ണുകളുമായി വട്ടമിട്ട് പറക്കുന്ന അമേരിക്കൻ സാറ്റലൈറ്റുകളും ഒരുപോലെ അരിച്ചു പറക്കി തിരഞ്ഞിട്ടും കണ്ടെത്താനാകാത്ത ഇറാന്റെ സുരക്ഷാ രഹസ്യങ്ങളുടെ ആഴം തങ്ങൾ വിചാരിച്ചതിലും അപ്പുറമെന്ന് വീണ്ടും തിരിച്ചറിയുകയാണ് ഇസ്രയേലും അമേരിക്കയും. ഏറ്റവും പുതിയതായി പുറത്തു വരുന്ന ഈ വാർത്തകളുടെ ഉള്ളറിയാം. ആദ്യം അലി ഖമനിയുടെ ഭൗതികദേഹം ഇറാൻ ഇത്രയും ദിവസം എങ്ങനെ സൂക്ഷിച്ചു എന്നതും അതിനായി ഇറാൻ സ്വീകരിച്ച രീതികളും സംബന്ധിച്ച് പുറത്തു വരുന്ന വിവരങ്ങൾ ഞാൻ പങ്കുവയ്ക്കാം. അലി ഖമനിയുടെ ഭൗതികദേഹം എവിടെയുണ്ടെങ്കിലും അത് നശിപ്പിച്ചു കളയാൻ ഇസ്രയേലും അമേരിക്കയും പദ്ധതിയിട്ടിരുന്നു എന്നാണ് ഈ പുതിയതായി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇസ്രയേലിന്റെ ചാരസംഘങ്ങൾക്ക് ഭൗതികദേഹം സൂക്ഷിച്ചിരുന്ന സ്ഥലം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഇസ്രയേലി അമേരിക്കൻ ചാരക്കണ്ണുകളെ തടയാൻ ഇറാൻ ചില അസാധാരണ നീക്കങ്ങളും നടത്തി. സ്ഫോടനത്തിൽ അലി ഖമനേയി വധിക്കപ്പെട്ടതിന് പിന്നാലെ ഇസ്രയേൽ ചാരന്മാരെ വെട്ടിച്ച് മൃതദേഹം അതീവ രഹസ്യമായി ബങ്കറുകൾ വഴി സുരക്ഷിതമായ സ്ഥലത്തേക്ക് ഇറാൻ മാറ്റിയിരുന്നു. പിന്നീട് ഭൗതികദേഹം ഇത്രയും നാൾ സൂക്ഷിക്കുന്നതിന് പല തന്ത്രപരമായ രീതികളും ഇറാൻ സ്വീകരിച്ചു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതാണ് ഏറ്റവും ജിജ്ഞാസ ഉളവാക്കുന്ന കാര്യങ്ങൾ. ഇസ്ലാം മതവിശ്വാസ പ്രകാരം ഭൗതികദേഹം എത്രയും വേഗം കബറടക്കണം എന്നതാണ് നിയമം. പക്ഷേ യുദ്ധ സാഹചര്യങ്ങളും കടുത്ത സുരക്ഷാ ഭീഷണികളും കണക്കിലെടുത്താണ് ഇറാൻ അലി ഖമനിയുടെ ഖബറടക്കം നീട്ടിവെച്ചത്. അതുമാത്രമല്ല, അലി ഖമനിയുടെ സംസ്കാര ചടങ്ങുകൾ ഇസ്രയേലിനും അമേരിക്കയ്ക്കുമെതിരായ യുദ്ധ വിജയമാക്കി തന്നെ മാറ്റണമെന്ന് ഇറാൻ നേതാക്കൾക്ക് കൃത്യമായ തീരുമാനം ഉണ്ടായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് ഖബറടക്കം നീട്ടിവെച്ചത് എന്നാണ് ഇറാൻ അനുകൂല നയതന്ത്രജ്ഞർ പറയുന്നത്. ഇനി മൃതദേഹം സൂക്ഷിച്ച രീതിയിലേക്ക് വന്നാൽ, ഇസ്ലാമിക നിയമപ്രകാരം രാസവസ്തുക്കൾ ഉപയോഗിച്ച് മൃതദേഹം എംബാം ചെയ്യുന്നതിന് വിലക്കുണ്ട്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ശാസ്ത്രീയമായ കോൾഡ് സ്റ്റോറേജ് ഫ്രീസിംഗ് സംവിധാനത്തിലൂടെയാണ് അലി ഖമനിയുടെ ഭൗതികദേഹം കേടുകൂടാതെ ഇറാൻ പരിപാലിച്ചത്. ഇതിനായി പ്രത്യേക മതപരമായ ഇളവുകളും ഇറാൻ ഭരണകൂടം തേടിയിരുന്നു. ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും അത്യാധുനിക ചാര ഉപഗ്രഹങ്ങൾക്കും ഡ്രോണുകൾക്കും കണ്ടെത്താനാകാത്ത വിധമാണ് അലി ഖമനിയുടെയും കുടുംബാംഗങ്ങളുടെയും മൃതദേഹം ഇറാൻ സൂക്ഷിച്ചത്. പ്രധാനമായും ടെഹ്റാനിലെയും മറ്റ് നഗരങ്ങളിലെയും അതീവ രഹസ്യമായ ആഴമേറിയ ഭൂഗർഭ സൈനിക ബങ്കറുകളിലാണ് മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരുന്നത് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇസ്രയേൽ അത് കണ്ടെത്തി നശിപ്പിക്കാതിരിക്കാൻ പലതവണ പല ബങ്കറുകളിലേക്ക് മൃതദേഹങ്ങൾ മാറ്റുകയും ചെയ്തു. മാത്രമല്ല, ഇസ്രയേലിന്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഇറാനിലെ പ്രമുഖ ഫോറൻസിക് മോർച്ചറികളിലും മെഡിക്കൽ കോളേജുകളിലും കനത്ത സുരക്ഷ ഇറാൻ ഏർപ്പെടുത്തി. ഇറാൻ വിലയിരുത്തിയതുപോലെ തന്നെ ഇങ്ങനെ സുരക്ഷ ഏർപ്പെടുത്തിയ ചില കേന്ദ്രങ്ങളിൽ അലി ഖമനിയുടെ ഭൗതികദേഹം ഉണ്ട് എന്ന് തെറ്റിദ്ധരിച്ച് ഇസ്രയേലും അമേരിക്കയും ആക്രമണം നടത്തി. മെയ് മാസത്തിൽ ഇസ്രയേലും അമേരിക്കയും സംയുക്തമായി ടെഹ്റാനിലെ പാസ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആക്രമിച്ചത് ആയത്തുള്ള അലി ഖമനിയുടെ മൃതദേഹം ലക്ഷ്യമിട്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. അതീവ സുരക്ഷിതമായ ലാബോറട്ടറികളും കോൾഡ് സ്റ്റോറേജ് സംവിധാനങ്ങളും ഉള്ളതാണ് ഈ കേന്ദ്രം. അതുകൊണ്ട് തന്നെ ഇവിടെ അലി ഖമനിയുടെ ഭൗതികദേഹം ഉണ്ടെന്നാണ് ഇസ്രയേൽ ചാരന്മാർ ഇസ്രയേൽ കേന്ദ്രങ്ങളെ, സൈനിക കേന്ദ്രങ്ങളെ വിവരമറിയിച്ചത്. ഈ ആക്രമണത്തെ വലിയ യുദ്ധക്കുറ്റമെന്നാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം അന്ന് വിശേഷിപ്പിച്ചത്. പിന്നീട് ടെഹ്റാനിലെ പ്രധാന മെഡിക്കൽ കോളേജ് മോർച്ചറികൾക്ക് സമീപമുള്ള ചില മിലിറ്ററി കോംപ്ലക്സുകളെ ലക്ഷ്യമിട്ടും ഇസ്രയേലും അമേരിക്കയും സംയുക്തമായി മിസൈൽ വർഷിച്ചു. ഡ്രോണുകൾ വഴി നിരീക്ഷണവും നടത്തി. എന്നാൽ അലി ഖമനിയുടെ മൃതദേഹത്തെക്കുറിച്ചോ
അത് സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള ഒരു വിവരവും റേഡിയോ തരംഗങ്ങളിലൂടെയോ കമ്പ്യൂട്ടർ ശൃംഖലകളിലൂടെയോ ഇറാൻ സൈന്യം കൈമാറിയില്ല, അതായത് ഡിജിറ്റലായി കൈമാറിയില്ല. വിശ്വസ്തരായ കൊറിയർമാർ വഴി നേരിട്ട് എഴുതി തയ്യാറാക്കിയ സന്ദേശങ്ങൾ മാത്രമാണ് കൈമാറിയത്. അതായത് ഇസ്രയേൽ അമേരിക്ക ആക്രമണങ്ങളെയും കുതന്ത്രങ്ങളെയും അതിജീവിച്ചും കൺഫ്യൂഷൻ തന്ത്രം പയറ്റിയുമാണ് ആയത്തുള്ള അലി ഖമനിയുടെ മൃതദേഹം ഇറാൻ അതീവ രഹസ്യമായി സംരക്ഷിച്ചത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് അലി ഖമനയുടെ ഭൗതികദേഹം കബറടക്കത്തിന് പോലും കിട്ടാതിരിക്കാൻ അമേരിക്കയും ഇസ്രയേലും പഠിച്ച പണി 18 നോക്കി എന്ന് തന്നെ പറയാം. പക്ഷേ ഇറാൻ രഹസ്യ നീക്കങ്ങളും അസാധാരണ തന്ത്രങ്ങളും വഴി അത് മറികടന്നു. ഇനി ജനറൽ അഹമ്മദ് വാഹിദിയുടെ കാര്യത്തിലേക്ക് വന്നാൽ, കൊലപ്പെടുത്തിയെന്ന് ഇസ്രയേൽ എന്ന് പറഞ്ഞാൽ മൊസാദ് ഉറപ്പിച്ചു പറഞ്ഞ ഇറാന്റെ ശക്തനായ ഈ നിഴൽ ജനറൽ പെട്ടെന്ന് ജനലക്ഷങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നു. സത്യത്തിൽ ഈ മാസ് നീക്കത്തിൽ അന്തം വിട്ടിരിക്കുകയാണ് നെതന്യാഹുവും ഒപ്പം ട്രംപും. ഫെബ്രുവരിയിലെ ആക്രമണത്തിൽ ഇറാന്റെ സൈനിക നേതൃത്വം ഒന്നാകെ ഇല്ലാതായപ്പോൾ IRGCയുടെ പുതിയ ചീഫായി ചുമതലയേറ്റ അഹമ്മദി വാഹിദിയും കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദ് ഉറപ്പിച്ചു പറഞ്ഞത്. അതിനുശേഷം അഹമ്മദ് വാഹിദിയെ പൊതുവേദിയിൽ കാണാതിരിക്കുക കൂടി ചെയ്തപ്പോൾ മൊസാദിന്റെ വാദം ശരിയാണ് എന്ന് എല്ലാവരും വിചാരിച്ചു. എന്നാൽ അതേ അഹമ്മദ് വാഹിദിയാണ് അലി ഖൊമേനിയുടെ മൃതദേഹത്തിന് അടുത്ത് സങ്കടത്തോടെ ഇരിക്കുന്നത്. ഇതോടെ ഇസ്രയേലും അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ഒരു കാര്യം മനസ്സിലാക്കുകയാണ്. ഇറാന്റെ കരുത്തുറ്റ സൈനിക തിരിച്ചടികൾക്കും തന്ത്രപരമായ നീക്കങ്ങൾക്കും പിന്നിലെ ബുദ്ധികേന്ദ്രം മറ്റാരുമായിരുന്നില്ല, അത് അഹമ്മദ് വാഹിദി എന്ന IRGCയുടെ ഏറ്റവും കരുത്തനായ തന്ത്രശാലിയായ ജനറലായിരുന്നു. ഇറാന്റെ യുദ്ധതന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യാനും സൈന്യത്തെ പുനഃസംഘടിപ്പിക്കാനുമായി അഹമ്മദ് വാഹിദി കഴിഞ്ഞ 4 മാസമായി ഭൂഗർഭ സൈനിക ആസ്ഥാനങ്ങളിൽ കടുത്ത രഹസ്യാത്മകതയോടെ കഴിയുകയായിരുന്നു എന്ന വിവരമാണ് അദ്ദേഹം പൊതുവേദിയിലെത്തിയതിന് പിന്നാലെ പുറത്തു വരുന്നത്. ഈ കാലയളവിൽ ഒരു ഡിജിറ്റൽ സിഗ്നൽ പോലും അദ്ദേഹം ആർക്കും അയച്ചില്ല. ഒപ്പം മറ്റൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. മുസ്തഫ ഖമനയുടെ സുരക്ഷ നോക്കുന്നതും അഹമ്മദ് വാഹിദിയാണ് എന്നതാണ് ഇപ്പോൾ അന്താരാഷ്ട്ര വിദഗ്ധരെല്ലാം വിലയിരുത്തുന്നത്. ഇറാന്റെ മാത്രം പ്രത്യേകതയായ മൊസൈക്ക് പ്രതിരോധ സംവിധാനത്തിന്റെ, അതായത് സൈനിക അധികാര വികേന്ദ്രീകരണത്തിന്റെ ശക്തനായ നടത്തിപ്പുകാരനാണ് അഹമ്മദ് വാഹിദി എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇറാന്റെ പ്രതിരോധ മന്ത്രിയായും പിന്നീട് ആഭ്യന്തര മന്ത്രിയായും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ആ കാലയളവിൽ ഇറാന്റെ 31 പ്രവിശ്യകളിലെയും പ്രാദേശിക കമാൻഡുകളെ സ്വയംഭരണ അധികാരമുള്ള സൈനിക യൂണിറ്റുകളാക്കി മാറ്റാൻ വാഹിദി നേരിട്ട് മേൽനോട്ടം വഹിച്ചിട്ടുണ്ട്. മൊസൈക്ക് പ്രതിരോധത്തിന്റെ പ്രധാന ശക്തിയായ ബാസിജ് എന്ന ജനകീയ അർദ്ധ സൈനിക വിഭാഗത്തെ പ്രാദേശിക തലത്തിൽ സായുധരാക്കാനും ശത്രുക്കൾക്ക് കണ്ടെത്താനാകാത്ത വിധം വികേന്ദ്രീകരിക്കാനും വാഹിദിയുടെ ആഭ്യന്തര മന്ത്രാലയ ചുമതലകൾ സഹായിച്ചു. കഴിഞ്ഞ 4 മാസമായി അദ്ദേഹം ഭൂഗർഭ കേന്ദ്രങ്ങളിൽ ഒളിവിലിരുന്ന് നിയന്ത്രിച്ചതും ഈ വികേന്ദ്രീകൃത സൈനിക ശൃംഖലയാണ്. ചുരുക്കത്തിൽ മൊസൈക്ക് ഡിഫൻസ് സിസ്റ്റം വെറുമൊരു പുസ്തകത്തിലെ തന്ത്രമല്ല എന്നും കേന്ദ്ര നേതൃത്വം തകർന്നാലും രാജ്യത്തിന് യുദ്ധം ജയിക്കാൻ കഴിയുമെന്നും ഇക്കഴിഞ്ഞ മാസങ്ങളിൽ പ്രായോഗികമായി തെളിയിച്ച വ്യക്തിയാണ് ജനറൽ അഹമ്മദ് വാഹിദി എന്ന് തന്നെ പറയാം. അദ്ദേഹമാണ് ഇപ്പോൾ സൈന്യത്തെ നിയന്ത്രിക്കുന്നത്. അദ്ദേഹമാണ് ഇപ്പോൾ ആയത്തുള്ള അലി ഖമേനിയുടെ മൃതദേഹത്തിന് അടുത്ത് വന്നിരിക്കുന്നത്. ജനറൽ അഹമ്മദ് വാഹിദി ഇപ്പോൾ പരസ്യമായി രംഗത്ത് വന്നതിലൂടെ നിലവിലെ യുദ്ധ സാഹചര്യത്തിൽ ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട യഥാർത്ഥ അധികാര കേന്ദ്രം അദ്ദേഹമാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. മുസ്തഫ ഖമേനി സുരക്ഷാ കാരണങ്ങളാൽ പൊതുവേദിയിൽ എത്താതിരിക്കുന്ന സാഹചര്യത്തിൽ രാജ്യത്തിന്റെ ഭരണം മുന്നിൽ നിന്ന് നയിക്കുന്നത് വാഹിദിയാണ് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ അഹമ്മദിയുടെ പ്രത്യക്ഷപ്പെടൽ ഇത് കേവലം ഒരു ചടങ്ങിൽ പങ്കുചേരൽ മാത്രമല്ല, ഖമേനിക്ക് ശേഷമുള്ള ഇറാന്റെ പുതിയ അധികാര ഘടനയിൽ വാഹിദിക്കുള്ള നിർണായക സ്വാധീനത്തെ കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടതിനെ അടിവരയിടുന്നത് എന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധരും നയതന്ത്ര വിദഗ്ധരും എല്ലാം പറയുന്നത്. അഹമ്മദി വാഹിദിയെ തീർക്കുമെന്നാണ് മൊസാദ് ഏറ്റവും ഒടുവിൽ ഭീഷണി മുഴക്കുന്നത്. പക്ഷേ അദ്ദേഹം എവിടെ നിന്നാണ് ഈ ചടങ്ങിലേക്ക് വന്നതെന്നോ എവിടേക്കാണോ അദ്ദേഹം തിരിച്ചു പോയതെന്നോ ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ് ഇറാനിലെ ചാര റാക്കറ്റുകൾ എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇറാന്റെ ഇത്തരം സുരക്ഷാ രഹസ്യങ്ങളിൽ സുരക്ഷിതനാണ് മുസ്തഫ ഖമേനി എന്നാണ് റിപ്പോർട്ട്. അലി ഖമേനിയുടെയും ഭാര്യയുടെയും സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ മുസ്തഫ ആഗ്രഹം പ്രകടിപ്പിച്ചുവെങ്കിലും സൈന്യം അതിന് അനുവദിച്ചില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ലക്ഷ്യം മുസ്തഫ ഖമേനി ആണ് എന്ന് ഇറാൻ സൈന്യത്തിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ മുജ്തബയെ ഇല്ലാതാക്കി ഇറാൻ ജനതയുടെ ആത്മവിശ്വാസത്തെ തകർക്കാൻ ഇസ്രായേൽ ശ്രമിക്കുമെന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളും മധ്യസ്ഥ രാജ്യങ്ങൾ വഴി ഇറാന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. മാത്രമല്ല റഷ്യൻ ചാരസംഘടനകളും
മുജ്തബ ഇപ്പോൾ പുറത്തു വരേണ്ടതില്ല, അല്ലെങ്കിൽ പൊതുവേദിയിലേക്ക് വരേണ്ടതില്ല എന്ന നിലപാടാണ് ഇറാനെ അറിയിച്ചിരിക്കുന്നത്. ഇതെല്ലാം കണക്കിലെടുത്താണ് മുജ്തബ ഇപ്പോൾ പൊതുവേദിയിൽ വരേണ്ടതില്ല എന്ന തീരുമാനം ഇറാൻ വിപ്ലവ സേന, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അഹമ്മദി വാഹിദിയുടെ നേതൃത്വത്തിലുള്ള സേന എടുത്തിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇതാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ എന്ന് തന്നെ പറയാം. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു സിംപിളി ഇൻ ഡെപ്ത് വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.